ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാൾ ഇനി മുതൽ ഫേസ് വെച്ചിട്ട് വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് അങ്ങനെ വീഡിയോ ഇടാൻ പാടില്ല എന്ന് പുതിയൊരു നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഫേസ് വെച്ചിട്ടായിരിക്കും വീഡിയോ ഇടുന്നുണ്ടാവും. എല്ലാവരും സഹകരിക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഓൾറെഡി ഡിലേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊമോ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ മനോഹരനെ കൂട്ടിക്കൊണ്ട് രാഹുൽ നേരെ പോണത് കടപ്പുറത്തേക്കാണ്. പോയി കഴിയുമ്പോഴേക്കും രാഹുൽ അവിടെ എത്തുമ്പോഴേക്കും പറയുന്നുണ്ട്, ഞാൻ നിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു, നീ ഒരു ഉടായ്പാണെന്നും ഒരുപാട് പെമ്പിളരെ പറ്റിച്ചിട്ടുണ്ടെന്നും അവർക്കൊരു കുഞ്ഞായി കഴിയുമ്പോഴേക്കും അവരുടെ സ്വത്തുക്കൾ എല്ലാം തട്ടിയെടുത്തിട്ട് നീ വരുവാണെന്നും എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. നീ എൻ്റെ മോളെ പറ്റിക്കാൻ വേണ്ടി സമ്മതിക്കില്ല, നീ അമേരിക്ക എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് എൻ്റെ മോനെ കൊണ്ടുപോകാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ആട്ടോ. ആ സമയത്ത് ഞാനിത് എന്തായാലും എൻ്റെ മോളോട് പറയും, ഇന്ന് തന്നെ നീയും എൻ്റെ മോളും തമ്മിലുള്ള ബന്ധം തന്നെ വേർപെടുത്തണം, ഭാഗ്യം കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല, അതെന്നെ ദൈവസഹായം എന്നൊക്കെ പറഞ്ഞ് രാഹുൽ പോകുവാണ്. രാഹുൽ അങ്ങനെ പോകാൻ പോകുമ്പോഴേക്കും മനോഹറിന്റെ സ്വഭാവം പെട്ടെന്ന് മാറുവാണ് കേട്ടോ. ഹലോ അമ്മായിച്ച, ഒന്ന് നിൽക്കണേ. അതെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ഞാൻ നിങ്ങളുടെ മോളെ പറ്റിച്ചു. നിങ്ങളുടെ മോളെ മാത്രമല്ല ഒരുപാട് പെൺപിള്ളേരെ ഞാൻ പറ്റിച്ചിട്ടുണ്ട്, ഇനി പറ്റിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾ ഒരുപാട് വെല്ലുവിളിച്ചല്ലോ, നിങ്ങളെന്തോ പുണ്യവാനാണ്, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. സത്യം പറഞ്ഞാൽ ആരാണ് ഈ സരയു, ആരാണ് ഈ താര, താരയുടെ യഥാർത്ഥ മകൾ സരയു ആണെന്നുള്ള സത്യമൊക്കെ എനിക്കറിയാൻ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അത് കേൾക്കുന്നത് രാഹുൽ ആകെ അന്താളിച്ച് നിൽക്കുക കേട്ടോ. അങ്ങനെ മനോഹർ പറയുന്നുണ്ട്, എൻ്റെ സത്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ആ സത്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ മോളും ഭാര്യയും അറിയും. അതോടുകൂടി നിങ്ങളെ മോളും ഭാര്യയും നിങ്ങളെ തള്ളിക്കളയും. അത് മാത്രമല്ല സംഭവിക്കാൻ പോണത്, നിങ്ങളുടെ ഒരു അനിയത്തി ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞിട്ട് അവരുടെ ജീവിതം പോലും അവരുടെ ഭർത്താവിന് പോലും അവർ ഉപേക്ഷിച്ച് നിൽക്കണം, നിങ്ങളുടെ ഒരു പെങ്ങളെ രൂപ, അവരോട് ഞാൻ സത്യങ്ങളൊക്കെ പറയും. അതോടുകൂടി രൂപയും സേനനും ഒന്നാവും, നിങ്ങളുടെ തകർച്ച പൂർത്തിയാവും. നിങ്ങൾക്കത് വേണോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഒരു സെക്കൻഡിലേക്ക് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ മനോഹർ പറയുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ ഞാനും പറയും, അതുകൊണ്ട് പരസ്പര ധാരണയെ നമുക്കങ്ങോട്ട് മുന്നോട്ട് പോകാം എന്ന് മനോഹർ പറയുവാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും എന്തെങ്കിലും ആവട്ടെ, പണ്ടാരടങ്ങാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ അവൻ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് നമ്മുടെ മനോഹറിന്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് രാഹുൽ അങ്ങനെ വിട്ടുകൊടുക്കുവാണ്. എന്തായാലും ഇങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. എന്തായാലും എപ്പിസോഡ് വരുമ്പോൾ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.